വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ നാം പഠിക്കുമ്പോൾ അത് ഉലമാക്കൾ, മുൻഗാമികളായ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ എങ്ങനെയാണോ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്ന ഏതെങ്കിലും ആശയമോ ഏതെങ്കിലും അർത്ഥമോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് നാം നൽകിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും എത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി താക്കീത് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്. ഖുർആനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുന്നവർ അവർക്ക് നരകത്തിൽ ഇരിപ്പിടം അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലെല്ലാം ഹദീസുകൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين يا رب العالمين. സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ അതിലെ തഹ്രീദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ലുസൂമി സുന്ന വത്തർഗീബ് ഫീ ദാലിക വതർക്കിൽ ബിദ്അ വതഫറുഖി വൽഇഖ്തിലാഫ് വത്തഹ്ദീർ മിൻ ദാലിക, സുന്നത്തിനോട് യോജിച്ച് നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതുപോലെ ബിദ്അത്തിനെ ഒഴിവാക്കേണ്ടതും അഭിപ്രായ ഖിലാഫുകളിൽ നിന്ന് അകലേണ്ടതുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ചുള്ള താക്കീതുമായി എല്ലാം ബന്ധപ്പെട്ട ബാബിലെ ഹദീസുകളാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ അസറുകളിൽ കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചത് ദഅവത്തുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നന്മ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം പറഞ്ഞത്. ഇനി ഈ കിതാബിലെ 100ാമത്തെ ഒരു ഹദീസ്, ഒരു അസറാണ്. വഅൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു قال كل عبادة لا يتعبدها أصحاب رسول الله صلى الله عليه وسلم فلا تعبدوها فإن الأول لم يدع للآخر مقالا فاتقوا الله يا معشر القراء وخذوا طريق من كان قبلكم رواه أبو داود. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദുഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ. എല്ലാ ഇബാദത്തുകളും, ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ ചെയ്യാത്തതാണെങ്കിൽ, സ്വഹാബാക്കൾ ആ ഇബാദത്ത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളും അത് ചെയ്യരുത്. ഫൈനൽ അവ്വല ലം യദഅ ലിൽ-ആഖിരി മഖാല. ഒന്നാമത്തെ ആളുകൾ അഥവാ സ്വഹാബാക്കൾ പിൻകാലക്കാർക്ക് ഒന്നും വ്യക്തമാക്കാതെ വിട്ടുപോയിട്ടില്ല. ഫത്തഖുല്ലാഹ യാ മഅശറൽ ഖുറാ. ഖുർആൻ പാരായണം ചെയ്യുക മാത്രം ചെയ്ത് അല്ലെങ്കിൽ വഅളുകൾ മാത്രം നടത്തുന്ന ആളുകൾ, അവരോട് പറയാണ് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖുദൂ ത്വരീഖ മൻ കാന ഖബ്ലകും. നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ പാത സ്വീകരിക്കുക, അഥവാ സ്വഹാബാക്കളുടെ പാത സ്വീകരിക്കുക എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെ നാം പറഞ്ഞു, കഴിഞ്ഞ ദർസിലെ ഹദീസുകളിലും അസറുകളിലും നാം പറഞ്ഞു, ദഅവത്ത് ചെയ്യുന്നതിൻ്റെ, ഖുർആനിലേക്കും ഹദീസിലേക്കും ക്ഷണിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും അതിന് ലഭിക്കുന്ന പ്രതിഫലവും എല്ലാം നാം പറയുകയുണ്ടായി. ഇവിടെ പറയുന്നത് ആ ക്ഷണം ഏതിലേക്കായിരിക്കണം. കാരണം ഇസ്ലാമിൽ എല്ലാ കാലഘട്ടത്തിലും പിഴച്ചുപോയിട്ടുള്ള ആളുകൾ, ആദ്യമായി പിഴച്ചുപോയ ഖവാരിജുകൾ, അവര് ഖുർആൻ സ്വീകരിച്ചിരുന്നു, അവർ ഹദീസ് സ്വീകരിച്ചിരുന്നു, ഖുർആനിൽ ധാരാളമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് പിഴച്ചുപോയ മുഅ്തസിലിയാക്കളാവട്ടെ ജഹ്മിയാക്കളാവട്ടെ ഏതെല്ലാം വിഭാഗക്കാരുണ്ടോ അവരെല്ലാം ഖുർആനിനെയും ഹദീസിനെയും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് പിഴച്ചത് എവിടെയാണ്? ആ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കുന്നിടത്ത് സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയില്ല എന്നതാണ്. അതാണ് എല്ലാവിധ പിഴവിന്റെയും അടിസ്ഥാന കാരണം.
എല്ലാ കൂട്ടരും ഖുർആനും ഹദീസുമാണ് എടുക്കുന്നത്, എല്ലാവരും ഖുർആനും ഹദീസുമാണ് പറയുന്നത്. പക്ഷേ സ്വഹാബാക്കൾ ആ ആയത്തിനെയും ഹദീസിനെയും എങ്ങനെയാണോ മനസ്സിലാക്കിയത്, എങ്ങനെയാണോ ഉൾക്കൊണ്ടത്, അതിലേക്കാണ് നാം ക്ഷണിക്കേണ്ടത്. അഥവാ ഇതിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവര് ചെയ്യാത്തൊരു ഇബാദത്ത് നിങ്ങൾ ചെയ്യരുത്, അവര് കാണിച്ചു തരാത്തൊരു ഇബാദത്ത് നിങ്ങൾ ചെയ്യരുത്. അവരൊന്നും വ്യക്തമാക്കാതെ വിട്ടേച്ച് പോയിട്ടില്ല, എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി അവർ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അവര് ചെയ്യാത്തൊരു കാര്യം ചെയ്യുക എന്നുള്ളത് തെറ്റാണ്. നമ്മൾ മാതൃകയാക്കേണ്ടത് ആ സ്വഹാബാക്കളെയാണ്. എന്നിട്ട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ പാത സ്വീകരിക്കുക. നാം മുമ്പ് പറഞ്ഞ ഹദീസുകളിൽ തന്നെ നമുക്കറിയാം മുസ്ലിമീങ്ങൾ എത്ര വിഭാഗമാകും, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എത്ര വിഭാഗമാകുമെന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് മാത്രമാണ് രക്ഷപ്പെടുകയുള്ളൂ, സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ആരാണത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? മാ അന അലൈഹി വ അസ്ഹാബി, ഞാൻ ഏതൊരു നിലപാടിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു കർമ്മത്തിലാണോ, അതുപോലെ എന്റെ സഹാബാക്കൾ ഏതൊരു നിലപാടിലാണോ അതിൽ നിൽക്കുന്നവരാണ് അക്കൂട്ടർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വേറെയും ഹദീസുകൾ നാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ സമുദായം എന്നുള്ളത് എന്റെ ഉമ്മത്താണ്, പിന്നെ അതിന് ശേഷമുള്ളവർ, പിന്നെ അതിന് ശേഷമുള്ളവർ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഉത്തമ സമുദായങ്ങൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കലാണ് നമ്മുടെ രക്ഷാമാർഗം. അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക, അവർ കർമ്മങ്ങൾ ചെയ്തതുപോലെ കർമ്മങ്ങൾ ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഏതൊരു കാര്യം നമുക്ക് എത്ര നന്നായി തോന്നിയാലും അത് ദീനാവുകയില്ല, അത് ശരിയാവുകയില്ല, അത് സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയുമില്ല. അതുകൊണ്ട് മുൻഗാമികളുടെ പാതയാണ് നാം സ്വീകരിക്കേണ്ടത്. അടുത്ത അസർ, وعن ابن مسعود رضي الله عنه قال, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്, ആരാണോ ഒരു മാതൃക സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെങ്കിലും പിൻപറ്റുന്നത് അവർ മരണപ്പെട്ടവരെ പിൻപറ്റട്ടെ. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, ജീവിച്ചിരിക്കുന്നവർ ഫിത്നയിൽ നിന്ന് സുരക്ഷിതരല്ല. ജീവിച്ചിരിക്കുന്ന ആളുകളെ പിൻപറ്റുക എന്നുള്ളത് അവർ തന്നെ ഫിത്നയിൽ നിന്ന് സുരക്ഷിതരല്ല. എന്നിട്ട് പറഞ്ഞു, ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്? മരണപ്പെട്ടു പോയവരെന്ന് ഉദ്ദേശിച്ചത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെയാണ്. എന്നിട്ട് പറഞ്ഞു, കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, അവരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ. അബർറഹ ഖുലൂബൻ, ഏറ്റവും പുണ്യം നിറഞ്ഞ കൽബുള്ളവർ. വഅഅമഖഹ ഇൽമ, ഏറ്റവും നേരായ ദൃഢമായ ഇൽമുള്ളവർ. വഅഖല്ലഹ തകല്ലുഫ, അവര് കാട്ടിക്കൂട്ടലുകൾ അഥവാ പുറമേ ഒന്ന് കാണിച്ച് വെറുതെ വർത്താനം പറഞ്ഞ് ആ രീതിയിലൊന്നുമില്ലാത്ത ഏറ്റവും നല്ല ഹൃദയമുള്ള ഇൽമുള്ളവർ. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിന് വേണ്ടി തെരഞ്ഞെടുത്തവർ അവരാണ്. വലി ഇഖാമത്തി ദീനിഹി, ദീനിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരുടെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം. വത്തബിഊഹും അലാ അഥരിഹിം, അവരുടെ അസറുകളെ നിങ്ങൾ പിൻപറ്റണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസീറിഹിം മിൻ അഖ്ലാഖിഹിം വസീറിഹിം, അവരുടെ സ്വഭാവത്തിലും അവർ ജീവിച്ച മാർഗത്തിലും രീതിയിലുമെല്ലാം നിങ്ങൾ നിങ്ങളുടെ സാധ്യമാവിധം അവരെ പിൻപറ്റുന്നവരാകണം. ഫൈന്നഹും കാനു അലൽ ഹുദൽ മുസ്തഖീം, അവർ നേരായ നേർമാർഗത്തിലായിരുന്നു. റവാഹു റസീൻ. മഹത്തരമായ ഒരു ഉപദേശമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നൽകുന്നത്. ഒരുപാട് ഹിക്മത്തുകൾ നിറഞ്ഞിട്ടുള്ള, ഒരുപാട് നമ്മുടെ കൽബിന്റെ കൽബിലേക്ക് നൂറ് നിറഞ്ഞിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു ഉപദേശമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തുടങ്ങിയത് തന്നെ, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത് ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. നിങ്ങൾ ആരുടെയെങ്കിലും ചര്യ പിൻപറ്റുന്നുണ്ട് എങ്കിൽ അത് മരണപ്പെട്ടവരുടെ നിങ്ങൾ പിൻപറ്റുക. ജീവിച്ചിരിക്കുന്നവർ ഫിത്നയിൽ നിന്ന് സുരക്ഷിതരല്ല എന്ന് നമുക്കറിയാം. ജീവിച്ചിരിക്കുന്നവരുടെ മരണം എത്തിയിട്ടില്ല. ആ മരണം എത്തുന്നതിന് മുമ്പ് ആ ആളുകൾക്ക് എന്ത് പിഴവും സംഭവിക്കാം. എന്നാൽ മരണപ്പെട്ടു പോയ, ഇവിടെ ഉദ്ദേശം സഹാബാക്കളാണെന്ന് പിന്നീട് പറയുന്നുണ്ട്, മരണപ്പെട്ടു പോയ ആളുകൾ അവർക്കിനി എന്തില്ല? അവർ ഫിത്നയെ ഭയപ്പെടേണ്ടതില്ല. കാരണം അവരുടെ ജീവിതം അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്.
അവരെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് തെറ്റേതാണെന്ന് ശരിയാതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ പിൻപറ്റുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ അവര് നാളെ ഫിത്നയിൽ അകപ്പെട്ടാൽ അവര് പറയുന്ന വാക്കുകൾ കേട്ട് നമ്മളും അകപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇന്ന് കാലത്ത് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് തുല്ലാബുകൾക്കിടയിൽ കാണുന്ന വളരെ വലിയൊരു അപകടമാണത്. ജീവിച്ചിരിക്കുന്ന ഉലമാക്കളെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന, ആ ഉലമാക്കളുടെ പേരിൽ പലതരത്തിലുള്ള ഹിസ്ബിയത്ത് വളർത്തുന്ന അങ്ങനെയുള്ള ആളുകൾ. അള്ളാഹു തആല നമ്മുടെ ഉലമാക്കളെ മരണം വരെ നേർമാർഗത്തിൽ നിലനിർത്തട്ടെ. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം, അവർ ഫിത്നയിൽ നിന്ന് സുരക്ഷിതരല്ല. നാളെ അവർക്ക് എന്തെങ്കിലും ഫിത്ന അകപ്പെട്ടാൽ, അതിലകപ്പെട്ടാൽ ഈ അന്ധമായി പിൻപറ്റുന്ന ആളുകൾ അതിനെയും ഉൾക്കൊള്ളും. കാരണം അവര് ആ രീതിയിലാണ് പിൻപറ്റുന്നത്. അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും ദീനിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നവരെ ഫിത്നയിൽ നിന്ന് സുരക്ഷിതരല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല മാതൃക അവിടെ പറഞ്ഞു തരുന്നുണ്ട്. സ്വഹാബാക്കളാണത്. സ്വഹാബാക്കൾ, അതായത് ഇന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവർ മനസ്സിലാക്കിയത് പോലെയാണോ ഇന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, ഉലമാക്കൾ പറഞ്ഞു തരുന്നത് നമുക്ക് സ്വീകരിക്കാം. എന്നാൽ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതിനെതിരായിട്ട് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തള്ളേണ്ടതാണ്. കാരണം അത് ശരിയായ ദീനല്ല, അത് ഹഖല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളാണ്, അവരാണ് ഏറ്റവും നല്ല പിൻപറ്റാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ. എന്നിട്ട് അവരുടെ ശ്രേഷ്ഠതകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്. എന്റെ ഈ ഉമ്മത്താണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ. എല്ലാം കൊണ്ടും, അവരുടെ വിശ്വാസം കൊണ്ടും അവരുടെ കർമ്മങ്ങൾ കൊണ്ടും അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കൊണ്ടും അവർ തന്നെയാണ് ഉത്തമർ. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. അവരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവരുടെ അവരുടെ ജീവിതവും അവരുടെ വിശ്വാസവും എല്ലാം നാം മനസ്സിലാക്കുമ്പോൾ നാം എത്രത്തോളം പിന്നിലാണ്, അല്ലെങ്കിൽ നാം എത്രത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ദുർബലരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു, അബർറഹ ഖുലൂബൻ വഅമഖഹ ഇൽമൻ വഅഖല്ലഹ തകല്ലുഫൻ, അവരുടെ കൽബ് ഏറ്റവും പുണ്യം നിറഞ്ഞ കൽബുകളാണ്, ഏറ്റവും പുണ്യം നിറഞ്ഞ കൽബുകളാണ് അവരുടേത്. അതുപോലെ തന്നെ അവരുടെ ഇൽമ് ഏറ്റവും ഉറച്ച ദൃഢമായ ശരിയായ ഇൽമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അവര് തക്കല്ലുഫ് ഉണ്ടായിരുന്നില്ല. അവർ ഓരോന്ന് വലിയ വർത്താനം പറയുക എന്ന ജീവിതത്തിൽ അതൊന്നും ഇല്ലാത്ത ആളുകളായിരുന്നില്ല. അവര് സംസാരത്തേക്കാൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പ്രവർത്തനങ്ങളായിരുന്നു. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുള്ള പറഞ്ഞത് കാണാൻ സാധിക്കും, കാനൽ മുതഖദ്ദിമൂന അക്സറ ഇൽമൻ വഅഖല്ല കലാമൻ, മുൻഗാമികൾ അവര് സംസാരം കുറവായിരുന്നു, എന്നാൽ അവര് ഇൽമും അമലും എല്ലാം ധാരാളം ഉണ്ടായിരുന്നു. വൽ മുതഅഖിറൂൻ, എന്നാൽ പിൻഗാമികൾ അക്സറ കലാമൻ വഅഖല്ല ഇൽമൻ, അവരുടെ സംസാരം കൂടുതലാണ് പക്ഷെ അവരുടെ ഇൽമ് കുറവാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമിൽ വർധനവ് നൽകട്ടെ. സംസാരങ്ങൾ ഇത് അധികരിച്ചു പോകുന്ന, അവർക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, എന്നാൽ ഇൽമിയായിട്ട് അതുപോലെ തന്നെ അമല് കൊണ്ടുമുള്ള താഖത്ത് ഖുവ്വത്ത് അവർക്ക് കുറവായിരിക്കും എന്നുള്ള അവസ്ഥ. അതുപോലെ തന്നെ പറഞ്ഞു, ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വലിഇഖാമത്തി ദീനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവരാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്തിന് വേണ്ടിയിട്ട്, റസൂലുള്ളാഹിന്റെ ഈ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ചില അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജനിക്കാനുള്ള എല്ലാവിധ അർവാഹുകൾ റൂഹുകളിലേക്കും നോക്കിയിട്ട് അതിൽ ഏറ്റവും ഉത്തമമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി കണ്ടു. എന്നിട്ട് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി ഖാതിമുൻ നബിയായിട്ട് തീരുമാനിച്ചു, തെരഞ്ഞെടുത്തു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്തിന് വേണ്ടി ബാക്കിയുള്ള ജനങ്ങളിൽ നോക്കി. അങ്ങനെ അതിൽ നിന്ന് സ്വഹാബാക്കളെ തെരഞ്ഞെടുത്തു. അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ് അവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്തിന് വേണ്ടി അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് സ്വഹാബാക്കൾ എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഫഅരിഫൂ ലഹും ഫദ്ലഹും വത്തബിഊഹും അലാ അഥരിഹിം, അവരുടെ ഫദ്ല് നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. സ്വഹാബാക്കളുടെ ജീവിതം നമ്മൾ അറിയണം. അവര് ജീവിതത്തിൽ കാണിച്ച എല്ലാവിധ മേഖലകളിലും അവർ കാണിച്ച സാക്ഷാത്കരിച്ച വിശ്വാസം, തൗഹീദ്, കർമ്മങ്ങളിൽ അവർ കാണിച്ച താല്പര്യം, സ്വഭാവത്തിൽ അവരുടെ മാതൃക, അവരുടെ ശ്രേഷ്ഠത, അവരുടെ പ്രാധാന്യം, അവർക്ക് ദീനിലുള്ള സ്ഥാനം, ഇതെല്ലാം നമ്മൾ അറിയണം. കാരണം
ആ ഉമ്മത്തിനെ മനസ്സിലാക്കാതെ, അഥവാ ഒന്നാമത്തെ സമൂഹത്തെ, സമുദായത്തെ മനസ്സിലാക്കാതെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അവര് സഞ്ചരിച്ചൊരു പാതയുണ്ട് നമുക്ക് കാണിച്ചു തന്നത്, അതിലൂടെ പോകാതെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫളലും അവരുടെ ശ്രേഷ്ഠതയും അറിയണം. വത്തബിഊഹും അലാ അസരിഹിം, അവരുടെ അസറുകളിലൂടെ നമ്മൾ അവരെ പിൻപറ്റണം. സഹോദരങ്ങൾ, ഇത് പറയാനും കേൾക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ അവരുടെ വിശ്വാസവും കർമ്മവും സ്വഭാവവും പഠിച്ച് അവരെ പിൻപറ്റുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അവരുടെ ഓരോരുത്തരുടെ സ്വഭാവത്തിന്റെ മഹത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഇതാ ആ കവാടത്തിലൂടെ വരുന്ന ആ വ്യക്തി ഇനി വരുന്നത് സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സഹാബി കടന്നു വന്നു. പിറ്റേ ദിവസവും പറഞ്ഞു, പിറ്റേ ദിവസം വന്നു, പിറ്റേ ദിവസം വന്നു, പിറ്റേ ദിവസം വന്നു. മൂന്നും ഒരേ ആളാണ് വന്നത്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്താണ് ഈ സഹാബിയുടെ പ്രത്യേകത എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ സഹാബിയുടെ വീട്ടിൽ 1, 2, 3 ദിവസം താമസിക്കാൻ പോയി. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചു നോക്കി, ഒന്നും ഞങ്ങളെക്കാൾ അധികമായി ഒന്നും ചെയ്യുന്നില്ല. രാത്രി നമസ്കാരം പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നും പ്രത്യേകമായിട്ടൊന്നും കണ്ടില്ല. അപ്പൊ അങ്ങനെ 3-ാമത്തെ ദിവസമായപ്പോ ഞാൻ ചോദിച്ചു ആ സഹാബിയോട്, എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, റസൂലുള്ളാഹി എങ്ങനെ നിങ്ങളെ പറ്റി പറഞ്ഞു, എന്താണ് ഇതിനുള്ള കാരണം, നിങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ സഹാബി പറഞ്ഞ മറുപടി, ഞാൻ ഒരാളോടും ഒരു മുസ്ലിമിനോടും എന്റെ കൽബിൽ അസൂയ വെച്ച് പുലർത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു മുസ്ലിമായ സഹോദരൻ നൽകിയതിന്റെ പേരിൽ എനിക്ക് യാതൊരു അസൂയമോ അതിലേക്ക് ഒരു ആവശ്യമോ ഞാൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, ഇതാണ് ഞങ്ങൾക്ക് സാധിക്കാതെ പോയത്. ഇങ്ങനെ പല സഹാബാക്കൾക്കും പല ഗുണങ്ങൾ, പല പെരുമാറ്റങ്ങൾ, പല നന്മകൾ. വേറൊരു സംഭവം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു അതിഥി വന്നു. അതിഥിക്ക് ഭക്ഷണം നൽകാൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ ഇല്ലാത്തപ്പോൾ ആരാണ് ഈ അതിഥിയെ സ്വീകരിക്കുക എന്ന് ചോദിച്ചു. അപ്പോ ഒരു സഹാബി ആ സഹാബിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് ആ സഹാബിയുടെ കുട്ടിക്കുള്ള ഭക്ഷണം മാത്രമാണ് അവിടെയുള്ളത്. അങ്ങനെ ഭാര്യയോട് വിളക്ക് അണക്കാനും ആ ഭക്ഷണം കുട്ടിയെ ഉറക്കാനും ആ ഭക്ഷണം ഈ അതിഥിക്ക് വേണ്ടി നൽകാനും പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കുന്ന പോലെ കാണിച്ച് പട്ടിണി കടന്ന് അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം ഈ വന്ന സഹാബിക്ക് കൊടുത്തു, അതിഥിക്ക് കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് ആകെ ഒരു വിരിപ്പാണ് ഉണ്ടായിരുന്നത്, ആ ഒരു വിരിപ്പും പുതപ്പും. അത് ഈ അതിഥിക്ക് കൊടുത്ത് അവര് തണുത്ത് വിറച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർ ഉറങ്ങി. ആ രീതിയിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ഉൾക്കൊണ്ടവർ, അവർ എത്ര ചരിത്രങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്ത് ഇറക്കുമ്പോഴും അവരതിനെ ജീവിതത്തിൽ പകർത്തിയത് എങ്ങനെയായിരുന്നു, അവരാ നന്മ ചെയ്തത് എങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കണം. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കണം, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കണം, അതുപോലെ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കണം. അങ്ങനെ ഓരോ സഹാബികളുടെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തായിരുന്നു അവരുടെ ജീവിതം, എങ്ങനെയാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയത് എന്ന്. അവരുടെ അസറുകൾ നമ്മൾ പിൻപറ്റണം. അതാണ് സലഫുകൾ പറയാറുണ്ടായിരുന്നത്, നിനക്ക് തല ഒന്ന് ചൊറിയാൻ എന്തെങ്കിലും അസർ കിട്ടുമെങ്കിൽ നീ അതിനനുസരിച്ച് ചൊറിയണം. ഒരു നിസ്സാരമായ കാര്യത്തിനാണെങ്കിലും സലഫ് സ്വാലിഹുകളിൽ നിന്നൊരു അസർ നിനക്ക് ലഭിക്കുമെങ്കിൽ നീ അതിനനുസരിച്ചിട്ടാണ് നീ അമല് ചെയ്യേണ്ടത് എന്ന് സലഫുകൾ പറയാറുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസിയരിഹിം, നിനക്ക് സാധ്യമാകുന്ന വിധം, നിങ്ങൾക്ക് കഴിയുന്നതിന്റെ പരമാവധി നിങ്ങൾ അവരുടെ സ്വഭാവത്തിലും അവർ ജീവിച്ച രീതിയിലും ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക, അതിനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. അതിന് അവരെ പറ്റി അറിയണം, അവരെ പറ്റി പഠിക്കണം. എന്നാലാണ് അവരുടെ ദീനിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ ഇബാദത്തുകൾ, അവരുടെ വിശ്വാസം, ഇത് സാധ്യമാവും വിധമെല്ലാം നമ്മൾ പിൻപറ്റണം. അതാണ് നമുക്ക് ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടാവേണ്ടത്. എങ്ങനെയെങ്കിലും സ്വഹാബാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ, സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ, അങ്ങനെ ജീവിച്ച് ഈ ദുനിയാവിൽ രക്ഷ നേടാനാണ് നാം ശ്രമിക്കേണ്ടത്. അതാണ് സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നാവ് കൊണ്ട് വെറുതെ സംസാരിക്കാനും വെറുതെ തർക്കിക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിൽ ഭിന്നിക്കാനും ഉള്ളതല്ല സലഫി മൻഹജ്. അത് ജീവിതത്തിൽ തെളിയിച്ചു കൊടുക്കണം. കൽ ഈമാൻ, ഉലമാക്കൾ പറയാറുള്ളത് പോലെ ഈമാൻ പോലെയാണത്. സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ അത് ഈമാൻ പോലെയാണ്. അത് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തെളിഞ്ഞു നിൽക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അവരാണ് നേരായ മാർഗത്തിൽ ഉണ്ടായിരുന്നത്. നേരായ മാർഗത്തിൽ ഉണ്ടായിരുന്നവർ അവരാണ്. അതുകൊണ്ട് തന്നെ നാം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദുനിയാവിലും പരലോകത്തിലും വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്, സ്വഹാബാക്കളുടെ പാത. അവരോട് ഉള്ള ഒരു
മിസ്ലിയത്ത്, അവരോടുള്ള ഒരു സാമ്യം, അവരോട് ഒരു സാമ്യം ഉണ്ടായിക്കൊണ്ട് അവരുടെ ജീവിതം പോലെ നാം ജീവിക്കുക, അതാണ് നമുക്ക് വിജയത്തിന്റെ മാർഗമായിട്ടുള്ളത്. അടുത്ത ഹദീസ് وعن عمرو بن شعيب عن أبيه عن جده قال سمع النبي صلى الله عليه وسلم قوما يتدارؤون في القرآن. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ പരസ്പരം ഖുർആൻ കൊണ്ട് തർക്കിക്കുന്നത് കേട്ടു. ഖുർആനിൽ ഒരായത്ത് ഒരാൾ പറയും, അതിനെതിരായിക്കൊണ്ട് ഖുർആനിൽ മറ്റൊരായത്ത് പറയും. ചില റിവായത്തുകൾ കാണാം അത് ഖദറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു എന്ന്. എന്തായാലും ഖുർആനിലെ ആയത്തുകൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് കണ്ടു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിഹാദാ, നിങ്ങളുടെ മുൻപുണ്ടായിരുന്നവർ നശിച്ചത് ഇതുകൊണ്ടാണ്. അവർക്ക് ഇറക്കപ്പെട്ട കിതാബ് കൊണ്ട് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചത്. വറബു കിതാബ് അല്ലാഹി ബഅദഹു ബിബഅദ്, അവരുടെ കിതാബ്, അല്ലാഹുവിന്റെ കിതാബ് അത് പരസ്പരം എടുത്ത് തർക്കിച്ചുകൊണ്ടിരുന്നു. വഇന്നമാ നുസില കിതാബുല്ലാഹി യുസദ്ദിഖു ബഅദഹു ബഅദാ, എന്നാൽ അല്ലാഹുവിന്റെ കിതാബ് ഇറക്കപ്പെട്ടിട്ടുള്ളത് അത് പരസ്പരം സത്യപ്പെടുത്താനാണ്. ഫലാ തുകദ്ദിബു ബഅദഹു ബിബഅദ്, അതിന്റെ ചിലതുകൊണ്ട് മറ്റൊന്നിനെ കളവാക്കുന്ന അവസ്ഥ നിങ്ങൾ ചെയ്യരുത്. ഫമാ അലിംതും മിൻഹു ഫഖൂലു, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ പറയുക. വമാ ജഹിൽതും ഫകിലൂഹു ഇലാ ആലിമിഹി, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അതിൽ ഇൽമുള്ള ആളുകളിലേക്ക് നിങ്ങൾ മടക്കുക, അതിൽ ഇൽമുള്ള ആളുകളോട് ചോദിക്കുക. റവാഹു അഹ്മദ് വഇബ്നു മാജ, ഇമാം അഹ്മദും ഇബ്നു മാജയും എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. പല ആളുകളും ചിന്തിക്കേണ്ട, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഒരു ബാത്തുലുമില്ലാത്ത, ഒരു സംശയത്തിനും വകയില്ലാത്ത ഗ്രന്ഥമാണ്. അല്ലാഹു തആല പറഞ്ഞു, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു ബാത്തിൽ ഇറങ്ങുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു ബാത്തിൽ ഇറങ്ങില്ല. അല്ലാഹു തആല ഹകീമാണ്, ഹമീദാണ്. അല്ലാഹു തആല വീണ്ടും ചോദിച്ചത് കാണാം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ അവസാനം, അതിന്റെ പരിണിതി എന്തെന്ന് ആലോചിക്കലാണ് തദബ്ബുർ എന്ന് പറയുന്നത്. അതിന്റെ ഖുർആനിന്റെ എല്ലാ ആശയത്തിന്റെയും ആ പൂർണ്ണത നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ഖിലാഫുകൾ നിങ്ങൾ അതിൽ കാണുമായിരുന്നു. എന്നാൽ ചില ആളുകൾക്കിടയിൽ ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട്, ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണാം. കാരണം വിശുദ്ധ ഖുർആനിൽ രണ്ട് തരത്തിൽ ആയത്തുകളുണ്ട്. മുഹ്കമാറ്റായ ആയത്തുകളുമുണ്ട്, മുതശാബിഹാറ്റായ ആയത്തുകളുമുണ്ട്. മുഹ്കമാറ്റായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ, അതിന്റെ അർത്ഥം യാതൊരുവിധ സംശയത്തിനും വകവെക്കാതെ വ്യക്തമായി മനസ്സിലാകുന്നത്. മുതശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന, അതിന്റെ ആശയത്തെ വേറെ രീതിയിലെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആയത്തുകൾ. അല്ലാഹു തആല പറഞ്ഞു, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതുൻ മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് നിങ്ങളിലേക്ക്. അതിൽ മുഹ്കമാത്തായ, വ്യക്തമായി മനസ്സിലാകുന്ന ആയത്തുകളുണ്ട്, അതാണ് അതിന്റെ ഭൂരിഭാഗവും ഉള്ളത്. എന്നാൽ മുതശാബിഹാത്തായ, പരസ്പരം സാദൃശ്യം തോന്നുന്ന, പല രീതിയിൽ അതിനെ വിശദീകരിക്കാൻ സാധിക്കുന്ന ആയത്തുകളും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ മുതശാബിഹാത്തായ ആയത്തുകൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാകുന്നത് ഖുർആനിൽ ഏറ്റവും നല്ല ഇൽമുള്ളവർക്കാണ്. ഖുർആനിനെ പറ്റി പഠിച്ചിട്ടുള്ള, അതിന്റെ തഫ്സീറിന്റെ ഉസൂലുകൾ അറിയുന്ന, അത് എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയുന്നവരാണ്. കാരണം ഖുർആനിൽ ചിലപ്പോൾ മുത്തലഖായ ആയത്തുകൾ അത് മറ്റു ചില ആയത്തുകളെ കൊണ്ട് മുഖയ്യദാക്കിയിട്ടുണ്ട്, അഥവാ നിരുപാധികം പറയുന്ന ചില ആയത്തുകൾ ഉണ്ടാവും. ആ ആയത്തുകളിൽ നിന്ന് ചില കാര്യങ്ങളെ പ്രത്യേകമാക്കുന്നത് മറ്റു ആയത്തുകൾ കൊണ്ടായിരിക്കും. അതുപോലെ മുജ്മലായിട്ട് മൊത്തമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടാവും, അതിൽ നിന്ന് വേർതിരിച്ച് പറയുന്നത് മറ്റു ചില ആയത്തുകളിലായിരിക്കും. അതുപോലെ തന്നെ നാസിഖും മൻസൂഖും, ചില വിധികൾ ആദ്യം ഇറങ്ങിയതുണ്ടാകും, എന്നാൽ ആ വിധി പിന്നീട് ഒഴിവാക്കിയിട്ട് വേറെ വിധി അതിൽ ഇറക്കിയിട്ടുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇത് ഖുർആനിന്റെ ഉസൂലുകൾ അറിയുന്ന, ഉസൂലു തഫ്സീർ അറിയുന്ന പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിക്കും. എന്നാൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം, ജനങ്ങളിൽ തൽബീസ് ഉണ്ടാക്കണം, അവരിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, മുനാഫിഖീങ്ങൾ,
അവർ ഈ ആയത്തുകളെ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആയത്തുകളെ, വിശദീകരണം ആവശ്യമുള്ള ആയത്തുകളെ അവരുടെ ഇഷ്ടത്തിന് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കും. ജനങ്ങൾക്കിടയിൽ അതിൽ ആശയക്കുഴപ്പമുണ്ടാകും. അറിവില്ലാത്ത ആളുകൾ അതിനെ പിൻപറ്റുന്നത് അത് വേണമെന്ന് വെച്ചുകൊണ്ടാണെങ്കിൽ, ജനങ്ങൾക്കിടയിൽ ഒരു കുഴപ്പമുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് വക്രതയോടുകൂടി ഒരാൾ ചെയ്യുന്നതെങ്കിൽ കുഫറാണ്. അറിവില്ലാതെയാണെങ്കിൽ അത് ജഹലുമാണ്, അത് വഴികേടുമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ ഈ ആയത്തുകളെ പണ്ഡിതന്മാർ ഏറ്റവും നല്ല വിശദീകരിച്ച രീതിയിലാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. ഇദാ റഅയ്തുമുൽ ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു ഫഉലൈക അല്ലദീന സമ്മല്ലാഹു ഫഹ്ദറൂഹും. നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ മുത്തശാബിഹാത്തായ ആയത്തുകളുടെ പിന്നാലെ പോയിട്ട് അതിനെ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിച്ച് ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ കാണുകയാണെങ്കിൽ അവരെയാണ് അല്ലാഹു തആല ഖൽബിൽ സൈഗ് ഉള്ളവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരങ്ങളെ, ഈ രണ്ട് ആയത്തുകൾ അഥവാ മുഹ്കമാത്തായ ആയത്തുകൾ, മുത്തശാബിഹാത്തായ ആയത്തുകൾ, ഈ ആയത്തുകളെ എടുക്കുന്ന ആളുകൾ രണ്ട് രീതിയിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ അഹ്ലുസ്സൈഗ്, ഖൽബിൽ വക്രതയുള്ള ആളുകൾ. അവർ ശ്രമിക്കുന്ന കാര്യം എന്താണ്? അവർ ഈ ഖുർആനിന്റെ മുത്തശാബിഹാത്തായ ആയത്തുകളെ സ്വീകരിക്കുകയും മുഹ്കമായ ആയത്തുകളെ ഒഴിവാക്കിക്കൊണ്ട് ആളുകൾക്കിടയിൽ വഴികേട് പ്രചരിപ്പിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു കൂട്ടിൽ ഇൽമിൽ റാസിഹീങ്ങളായിട്ടുള്ള, ഉന്നതിയിലെത്തിയിട്ടുള്ള, അടിവേറുറച്ചിട്ടുള്ള ഉലമാക്കൾ. അവർ വിശ്വസിക്കുന്നത് കുല്ലും മിൻ ഇൻദി റബ്ബിന, എല്ലാം ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാണ്. അതായത് മുഹ്കമായ ആയത്തുകളാണെങ്കിലും മുത്തശാബിഹാത്ത ആയത്തുകളാണെങ്കിലും എല്ലാം ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ, അതാണ് ഇൽമുള്ളവർ. അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ നാം പഠിക്കുമ്പോൾ അത് ഉലമാക്കൾ, മുൻഗാമികളായ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ എങ്ങനെയാണോ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്ന ഏതെങ്കിലും ആശയമോ ഏതെങ്കിലും അർത്ഥമോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് നാം നൽകിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും എത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി താക്കീത് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്. ഖുർആനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുന്നവർ, അവർക്ക് നരകത്തിൽ ഇരിപ്പിടം അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലെല്ലാം ഹദീസുകൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തുകദ്ദിബു ബഅളഹു ബിബഅളിൻ, നിങ്ങൾ ഖുർആനിന്റെ ആയത്തുകൾ ചിലതെടുത്ത് മറ്റു ചിലതിനെ കളവാക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പരസ്പരം തർക്കിക്കാൻ പാടില്ല. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ് ഇങ്ങനെയുള്ള ഈ തർക്കം. ഈ കുറച്ച് ആളുകൾ, സഹാബാക്കൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. ആദ്യം റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻപുള്ളവർ നശിച്ചത് ഇങ്ങനെ തർക്കിച്ചിട്ടാണ്. അഥവാ ജൂത നസാറാക്കൾ അവർക്ക് ഇറങ്ങിയ കിതാബുകളെ, അവർ കിതാബുകളുടെ ആയത്തുകൾ കൊണ്ട് തന്നെ ചിലത് മറുപടി പറഞ്ഞിട്ട് അവർ നശിച്ചു. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവർ നശിച്ചത് എന്ന് പറഞ്ഞു. ആ ഖുർആനിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വിശുദ്ധ ഖുർആനിനെ ഒരു ആയത്ത് കൊണ്ട് മറ്റൊരു ആയത്തിനെ യഥാർത്ഥത്തിൽ നാം വിശദീകരിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നമാ നുസില കിതാബുല്ലാഹി യുസദ്ദിഖു ബഅദുഹു ബഅള, ചിലതുകൊണ്ട് മറ്റു ചിലതിനെ സത്യപ്പെടുത്തുന്ന ആ രീതിയിലാണ് വേണ്ടത്. കാരണം വിശുദ്ധ ഖുർആനിനെ പഠിക്കുമ്പോൾ തുലാബുകൾ, പിന്നെ നാം എല്ലാവരും ഉസൂൽ തഫ്സീർ എല്ലാം ആയത്തിൽ പഠിക്കുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ആയത്തുകളെ പഠിക്കേണ്ടത് എന്നും ആയത്തുകളുടെ വിധികൾ എങ്ങനെയാണ് മായ്ച്ചിട്ടുള്ളത്, എന്താണ് പുതിയത് എന്നുള്ളത്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, സൂറത്തുൽ ബഖറയിലെ 240-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യതൻ ലിഅസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ്, മരണമാസന്നമാകുന്ന ആളുകൾ അവരുടെ ഭാര്യമാർക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വസിയത്ത് ചെയ്യണം. അഥവാ അതിന്റെ ആശയം വരുന്നത് ഭാര്യമാരുടെ ഇദ്ദ ഒരു വർഷക്കാലമാണ് എന്നുള്ള ആശയത്തിൽ. പിന്നീട് സൂറത്തുൽ ബഖറയിലെ 234-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റ, ഭാര്യമാരെ വിട്ടേച്ചു പോകുന്ന അല്ലെങ്കിൽ മരണാസന്നരായിട്ടുള്ളവർ ഭാര്യമാർക്ക് 4 മാസത്തേക്കും 10 ദിവസത്തേക്കുമുള്ള രീതിയിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വസിയത്ത് ചെയ്യണം. ഈ 2 ആയത്തുകൾ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമാണ്. ഒരെണ്ണത്തിൽ 1 വർഷം എന്ന് പറഞ്ഞു, മറ്റൊരെണ്ണത്തിൽ 4 മാസവും 10 ദിവസവും എന്ന് പറഞ്ഞു. എന്നാൽ ഒന്നാമത്തെ ആയത്തിലെ ഹുക്മിനെ, 1 വർഷം എന്നുള്ളതിനെ, അതിനെ
ഈ ആയത്ത് കൊണ്ട് നസ്ഖ് ചെയ്തിരിക്കുകയാണ്, രണ്ടാമതിറങ്ങിയ ആയത്ത്. അഥവാ ഇദ്ദ കാലഘട്ടം ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസമാണ് ഒരു സ്ത്രീക്ക് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ 1 വർഷത്തിന്റെ എന്നുള്ള ആയത്തിനെ നസ്ഖ് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇറക്കിയ രണ്ടാമത്തെ ആയത്താണത്. അപ്പൊ ഏതാണ് നാസിഖ്, ഏതാണ് മൻസൂഖ്, ഏതാണ് ഒഴിവാക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ്, ഏതായത്ത് കൊണ്ടാണ് അത് ഒഴിവാക്കപ്പെട്ടത്, ഇതെല്ലാം ഉലമാക്കൾ തഫ്സീറുകൾ വ്യക്തമായി വിശദീകരിക്കും എങ്ങനെയാണത് കാര്യമെന്ന്. എന്നാൽ ഈ കാര്യം അറിയാത്ത ആളുകൾ ഇതിലേതെങ്കിലും മുൻപത്തെ ഏതെങ്കിലും വിധിയെ എടുക്കും, എന്നിട്ട് അതാണ് ദീനി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 180-ാമത്തെ ആയത്തിൽ പറഞ്ഞു, കുതിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖറബീന ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ. ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിരിക്കുന്നു, മരണമാസന്നമാകുന്ന ആളുകൾക്ക് അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബക്കാർക്കും വേണ്ടി വസിയ്യത്ത് ചെയ്യണം, അവരുടെ സ്വത്തിൽ നിന്ന് വസിയ്യത്ത് ചെയ്തു വെക്കണമെന്ന് നിർബന്ധമാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞു. മറ്റൊരായത്തിൽ സൂറത്ത് നിസായിലെ 11-ാമത്തെ ആയത്തിൽ കാണാം, യൂസീകുമുല്ലാഹു ഫി ഔലാദിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഉപദേശിക്കുകയാണ്. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ഒരു പുരുഷന് 2 സ്ത്രീകളുടെ സ്വത്താണുള്ളത് അനന്തരാവകാശത്തിൽ. فإن كن نساء فوق 2 فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد. ഈ ആയത്തിൽ മാതാപിതാക്കളുടെ വിഷയം പറയുന്നിടത്ത് മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും ഈ മരണപ്പെട്ട ആൾക്ക് മക്കൾ ഉണ്ടെങ്കിൽ 1/6 സ്വത്ത് നൽകേണ്ടത് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞതിൽ വസിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞതിൽ എത്രയാണ് നൽകേണ്ടത് എന്നുള്ളത് മീറാത്ത് കൃത്യമായി നിർണ്ണയിക്കുകയും ചെയ്തു. അനന്തരാവകാശം എത്രയാണ് വിധിക്ക് കൃത്യമായി പറയുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഖദ് അഅതാ കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു ഫലാ വസിയ്യത ലിവാരിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും കൃത്യമായി അവർക്കുള്ള ഹഖ് വീതിച്ചിട്ടുണ്ട്, അവർക്ക് നൽകേണ്ടത് വീതിച്ചിട്ടുണ്ട്. അനന്തരാവകാശം നൽകപ്പെടുന്ന ഒരാൾക്ക് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. വസിയത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ തനിക്ക് ഇത്ര സ്വത്ത് ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് വസിയത്ത് ചെയ്തതാണ്. എന്നാൽ അനന്തരാവകാശം ലഭിക്കുമെന്ന് തന്റെ മക്കളാണ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ്, അങ്ങനെ അനന്തരാവകാശം ലഭിക്കുമെന്ന് അള്ളാഹു തആല നിർണയിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വസിയത്ത് പിന്നെ ചെയ്യാൻ പാടില്ല. ഒരു വാപ്പ ഒരു മകന് പ്രത്യേകം ഒരു വസിയത്ത്, ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്റെ സ്വത്തുനിന്ന് ഇത്ര ഇന്ന മകന് കൊടുക്കണം വസിയത്ത് ചെയ്യാൻ പാടില്ല. കാരണം അവൻ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് ഒരു കണക്ക്. അപ്പൊ ഇവിടെ ഒന്നാമത് നാം പറഞ്ഞ ആയത്തിൽ മാതാപിതാക്കൾ വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആയത്തിൽ കൃത്യമായ കണക്കും പറഞ്ഞു. ഇവിടെ ഒന്നാമത്തെ ആയത്തിനെ രണ്ടാമത്തെ ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്ഖ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഹുക്മ് അവിടെ ബാധകമല്ല. അതുപോലെ തന്നെ വേറെ ഒരുപാട് ആയത്തുകൾ. മറ്റൊരായത്ത് വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, കട്ടെടുത്ത ആണും പെണ്ണും ആവട്ടെ അവരുടെ കൈ നിങ്ങൾ മുറിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഇതില് ഏതാണ് കൈ മുറിക്കേണ്ടത്, എത്രയാണ് കൈ മുറിക്കേണ്ടത് ഒന്നും കൃത്യമല്ല. ചില ഖിറാഅത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം ഖിറാഅത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ആയത്തിനെ പാരായണം ചെയ്തിരുന്നത് ഫഖ്തഉ ഐമാനഹുമാ എന്നാണ്, അവരുടെ വലത് കൈ മുറിക്കണമെന്നാണ്. എന്നാൽ ഹദീസുകളിൽ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കൈയിന്റെ എവിടെയാണ് മുറിക്കേണ്ടത്, കൈപ്പത്തിയാണ് മുറിക്കേണ്ടത്, എല്ലാം കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വഅഖീമുസ്സലാത വആതുസ് സക്കാ, നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക, സക്കാത്ത് നൽകുക. നമസ്കാരത്തിന്റെ റക്അത്ത് എത്രമാണ്, സമയം എപ്പോഴാണ്, രൂപം എങ്ങനെയാണ്, സക്കാത്തിന്റെ അളവ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇവിടെ ഈ വിശദീകരണമോ ഈ കാര്യങ്ങളോ മനസ്സിലാക്കാതെ ഖുർആനിനെ വ്യാഖ്യാനിച്ച ആളുകൾ വൻ പിഴവിലെത്തിയത് കാണാൻ സാധിക്കും. നമസ്കാരത്തിന്റെ എണ്ണത്തിൽ 3 വക്തേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റ് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് പഴച്ചുപോയ ആളുകളെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞ വിഷയം, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ട് പരസ്പരം തർക്കിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഖിലാഫിലേക്കും വലിയ അഭിപ്രായ വ്യത്യാസത്തിലേക്കും മുസ്ലിമുകൾ ഛിന്ന ഭിന്നമാകാനുള്ള കാരണം അതാണ്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ, ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ ആളുകളുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും എവിടെയാണ് അവർക്ക് പിഴച്ചത്. ഖുർആനിനെ ഹദീസ് കൊണ്ടും ഖുർആനിനെയും ഹദീസിനെയും സ്വഹാബാക്കളുടെ ഫഹ്മ് കൊണ്ടും മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ
അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ഭിന്നിപ്പിന്റെയും പിഴച്ച വിഭാഗങ്ങളായ ആളുകൾ ഭിന്നിക്കാനും എല്ലാത്തിനുമുള്ള അടിസ്ഥാനം. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് നാം എപ്പോഴും ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല കലാമിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുന്നത്തിലേക്കും മടങ്ങുമ്പോൾ എന്ത് വന്നാലും സഹോദരങ്ങളെ, എത്ര വലിയ ശുബ്ഹത്തുകൾ നമ്മെ ബാധിച്ചാലും സ്വഹാബാക്കൾ മനസ്സിലാക്കിയതിന്റെ അപ്പുറത്തേക്ക് ഒരു മനസ്സിലാക്കൽ നമുക്ക് ഉണ്ടാവരുത്. സ്വഹാബാക്കൾ മനസ്സിലാക്കാത്തതുപോലെ അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് എത്ര കുറവായി തോന്നിയാലും ആ സ്വഹാബാക്കൾ മനസ്സിലാക്കിയ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, അതാണ് ഹക്കായിട്ടുള്ളത്. ഈ കിതാബിലെ അടുത്ത ബാബു അത്തഹരീദ് അലാ ത്വലബിൽ ഇൽമി വ കൈഫിയത്തി ത്വലബ്. ഇൽമ് നേടുന്നതിനുള്ള പ്രോത്സാഹനവും അതുപോലെ എങ്ങനെയാണ് ഇൽമ് നേടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ഒരു മൂന്നോ നാലോ ബാബുകളാണ് ഈ കിതാബിലുള്ളത്. ആ ബാബുകൾ മുഴുവൻ ഇൽമ് നേടുന്നതുമായി ബന്ധപ്പെട്ടിട്ടും ഇൽമ് നേടുമ്പോഴുള്ള മര്യാദകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബുകളാണ് ഇനി പറയുന്നത്. കാരണം ഈ കിതാബിൽ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ ബാബുകളിലെല്ലാം ഈമാനിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട വിശ്വാസം, അതുപോലെ മലക്കുകൾ, കിതാബുകൾ, റസൂല്, ഈ കാര്യങ്ങളെല്ലാം നാം ചർച്ച ചെയ്തു. അതിൽ ഖദറുമായി ബന്ധപ്പെട്ട് വന്നു. അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടയിൽ ചർച്ച ചെയ്തെങ്കിലും അതൊരു ബാബായിട്ട് ഇതിൽ വന്നിട്ടില്ല. ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ ഈമാൻ നമുക്ക് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അത് പകർത്താനും വേണമെങ്കിൽ എന്തുണ്ടാവണം? നമുക്ക് ഇൽമ് ഉണ്ടായിരിക്കണം. ഇൽമ് നേടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ, ദീനിൽ ഉന്നതിയിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇൽമ് നേടാത്ത ഒരാൾക്കും, ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാത്ത ഒരാൾക്കും ദീനിൽ ഉൾക്കാഴ്ചയുള്ളവനായിട്ട് മാറാൻ സാധിക്കില്ല. അപ്പൊ ഇനിയുള്ള ബാബുകൾ അതിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. വളരെ മഹത്തരമായിട്ടുള്ള ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അസറുകൾ, ഇനി വരുന്ന പ്രത്യേകിച്ച് ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന അസറുകൾ ഷെയ്ഖ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ അസർ, ഈ കിതാബിലെ 103-ാമത്തെ ഹദീസ്, ഫീഹി ഹദീസു സഹീഹൈൻ ഫീ ഫിത്നത്തുൽ ഖബർ. ഖബറിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഒരു ഹദീസിന്റെ ലഫ്ളിൽ നമുക്ക് കാണാം, ഇന്നൽ മുനഅം യഖൂൽ ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ. ദുനിയാവിൽ രക്ഷപ്പെട്ട അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് രക്ഷപ്പെട്ട ഹിദായത്തെല്ലാം ലഭിച്ച വ്യക്തി ഖബറിൽ കിടക്കുമ്പോൾ അവ പറയുന്ന വാക്കാണ് ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങളിലേക്ക് ഹഖും നേരായ മാർഗം വ്യക്തമായ തെളിവും വന്നെത്തി. ഫആമന്നാ വഅജബ്നാ വത്തബഅനാ, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു, ഞങ്ങൾ അതിന് ഉത്തരം ചെയ്തു, ഞങ്ങൾ അതിനെ പിൻപറ്റി. വഅന്നൽ മുഅദ്ദബ യഖൂൽ, നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന മറ്റേയാൾ, നരകത്തിൽ രക്ഷപ്പെട്ട നിഅമത്തുകൾ ആസ്വദിക്കുന്ന ആൾ, രണ്ടാമത് നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾ പറയും, സമിഅതു അന്നാസ യഖൂലൂന ശൈഅൻ ഫഖുൽതുഹു, ജനങ്ങൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടു, ഞാനും അതുപോലെ പറഞ്ഞു എന്നുള്ളത് മുനാഫിഖുകളുടെ അവസ്ഥയായിരിക്കും. ഇവിടെ ഈ ഹദീസ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ, അന്ധമായിട്ടുള്ള തഖ്ലീദ്, ദീന് പഠിക്കാതെ ഏതെങ്കിലും ആളുകളെ അന്ധമായി തഖ്ലീദ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെയും അവസ്ഥ അതാണ്. അവരിലേക്ക് പറയുന്ന ആളുകളെ, അവരുടെ നേതാക്കന്മാരെ അന്ധമായി പിൻപറ്റിക്കൊണ്ട് ഒരു ദീനിന്റെ വിഷയം കേട്ട് കഴിഞ്ഞാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ഇത് സഹാബാക്കൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഈ ഹദീസ് സഹീഹാണോ? ഈ ഹദീസിന്റെ മനസ്സിലാക്കൽ സഹാബാക്കൾ മനസ്സിലാക്കിയത് എങ്ങനെ, ഉലമാക്കൾ വിശദീകരിച്ചത് എങ്ങനെ? ഇതൊന്നും ചോദിക്കാതെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ദീനായിട്ട് അന്ധമായി കൊണ്ടു നടക്കുന്ന അവസ്ഥ, അതിനെ താക്കീത് ചെയ്യുന്ന, അതൊരു നിന്ദ്യമായ കാര്യമാണെന്ന് പറയുന്ന ഹദീസാണ് ഈ ഹദീസ്. കാരണം ഈ ഹദീസിൽ ഒന്നാമത്തെ ആൾ മുനഅം, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ദീന് പഠിച്ച് ദീനനുസരിച്ച് ജീവിച്ച വ്യക്തി, അവന്റെ ഖബർ വിശാലമായിരിക്കും, അവനതിൽ നിഅമത്തുകളായിരിക്കും, അവന് സ്വർഗത്തിൽ അവന്റെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. അവൻ പറയുന്നത്, അവൻ ഈ വിജയിക്കാനുള്ള കാരണം, അവൻ ഈ നിഅമത്തുകൾ ലഭിക്കാനുള്ള കാരണം, അവൻ പറയുന്നത് ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫആമന്നാ വഅജബ്നാ വത്തബഅനാ, ഞങ്ങളിലേക്ക് ഹഖ് വന്നു, വ്യക്തമായ തെളിവ് വന്നു, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു, ഉത്തരം ചെയ്തു, പിൻപറ്റി, അതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു എന്ന് ഖബറിൽ വിജയിച്ച ആളുകൾ പറയും. അപ്പൊ അവര് ഹക്കിനെയാണ് അവിടെ പിൻപറ്റിയത്, വ്യക്തമായ തെളിവിനാണ് അവിടെ പിൻപറ്റിയത്. ആളുകൾ പറയുന്നതല്ല അവർ പറഞ്ഞത്. എന്നാൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ അവർ പറയുന്ന വാക്കെന്താ അറിയോ? സമിഅതു അന്നാസ യഖൂലൂന ശൈഅൻ ഫഖുൽതുഹു, ജനങ്ങൾ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടു, ഞാനും അതുപോലെ പറഞ്ഞു. ഭൂരിഭാഗം മുസ്ലിങ്ങളുടെ അവസ്ഥയാണ്. അതാണ് മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നഷ്ടപ്പെടാനുള്ള കാരണം. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നില്ല. അവർ ജനിച്ചു വീണു ഒരു മതത്തിൽ, ആ മതം ഞങ്ങൾ ഇങ്ങനെ കേട്ടു, ആളുകൾ എന്താണോ പറയുന്നത് അത് ഞാനും പറഞ്ഞു. ദീനിനെ പറ്റി കേൾക്കാനോ പഠിക്കാനോ ആലോചിക്കാനോ ഒരു സമയം കണ്ടെത്തുന്നില്ല. സഹോദരങ്ങൾ, ദീനിന്റെ സദസ്സുകളെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, ഇൽമിന്റെ സദസ്സുകളെ.
അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഇൽമ് നേടുന്ന ഒരു അവസ്ഥയിലായിരിക്കണം നമ്മൾ. ഒരു സദസ്സ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ ഇൽമ് നേടുന്ന മറ്റൊരു സദസ്സിലായിരിക്കണം നമ്മൾ. കാരണം ഇൽമ് നേടുക എന്നത് മാത്രമാണ് നമുക്ക് വിജയം നൽകുകയുള്ളൂ, ദീനിൽ നമുക്ക് കൂടുതൽ വർധനവ് നൽകുകയുള്ളൂ, ബസീറത്ത് വർദ്ധിക്കുകയുള്ളൂ. ഇവിടെ ഈ ഹദീസിൽ അന്ധമായ തഖ്ലീദിനെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ടാണത്. ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് അഖീദയുടെ വിഷയത്തിൽ, ഒരാളുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരാളെയും അന്ധമായി തഖ്ലീദ് ചെയ്യാൻ പാടില്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരാൾ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളാൻ പാടുകയുള്ളൂ. ഫിഖഹിയായ മസ്അലകളുടെ വിഷയത്തിൽ അവന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ചില മസ്അലകൾ ഉണ്ടാവും. ആ വിഷയത്തിൽ ചില പണ്ഡിതന്മാരെ സ്വീകരിക്കുന്നത്, തഖ്ലീദ് ചെയ്യുന്നത് അനുവദിക്കപ്പെട്ട മേഖലയാണ്. അവന് ഇജ്തിഹാദ് ചെയ്യാൻ പറ്റാത്ത, അവന് കൂടുതൽ പഠിക്കാൻ പറ്റാത്ത മസ്അലകളിൽ അവൻ എടുക്കുന്ന നിലപാടാണ്. എന്നാൽ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ ഒന്നുകിൽ മുജ്മലായിട്ട് മൊത്തമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവും. ഒരുത്തന്റെ അഖീദ എന്താണ്, തൗഹീദ് എന്താണ് ശിർക്ക്, കുഫ്ർ, അതുപോലെ മുഫസ്സലായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉ സിഫാത്തുകളുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം, പരലോകത്ത് ഖബറിലുള്ള ശിക്ഷകൾ ഏത് തരത്തിലാണ്, ഹൗദ് എങ്ങനെയാണ്, സിറാത്ത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ബാക്കിയുള്ള വിശ്വാസ കാര്യങ്ങൾ അത് മുജ്മലായിട്ടുള്ളതും മുഫസ്സലായിട്ടുള്ളതും ഒരുത്തന്റെ കഴിവിന്റെ പരമാവധി അവൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ദീനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് ഇതിൽ ഈ റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റെല്ലാ ഫന്നും, അള്ളാഹുവിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എല്ലാം. കാരണം ഖബറിൽ ചോദിക്കപ്പെടുന്ന 3 ചോദ്യങ്ങൾ ഈ 3 എണ്ണമാണ് എന്നുള്ളത്. അടുത്ത ഒരു ഹദീസ്, വഫീഹിമ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, عن معاوية رضي الله عنه أن رسول الله صلى الله عليه وسلم قال من يريد الله به خيرا يفقهه في الدين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുന്നത് അവന് യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഫിഖ്ഹ് നൽകും, ദീനിൽ അവഗാഹം നൽകും. ദീന് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ചുള്ള മഅരിഫത്ത്, അത് കൂടുതൽ ഉൾക്കൊള്ളാൻ, അത് പഠിക്കാൻ എല്ലാമുള്ള തൗഫീഖും അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനുമുള്ള കഴിവ് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്തന് പഠിക്കാനുള്ള തൗഫീഖ് നൽകുന്നില്ല, ദീനിൽ യാതൊരു അറിവുമില്ല, ദീനിനെ കുറിച്ച് ഒന്നും അവന് കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല. അതിന്റെ അർത്ഥം പിന്നെ അലാമത്ത് ഷർ, അവൻ അല്ലാഹു തആല ഷർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണത്. സ്വൽഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നുണ്ട്, വൽ ഫിഖ്ഹു അലാ ഖിസ്മൈൻ, ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, അൽ അവൽ ഫർദു ഐനിൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെ മേലെയും വ്യക്തിപരമായിട്ട് നിർബന്ധമായിട്ടുള്ള ഫിഖ്ഹ്. രണ്ടാമത്തേത് ഫർദു കിഫായ, മൊത്തമായിട്ട് ഏതെങ്കിലും ചില ആളുകൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഒഴിവാകുന്ന ഫിഖ്ഹ്. ഈ 2 ഫിഖ്ഹുകളാണ്. ഒന്നാമത്തേത് ഫർദു ഐന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അർക്കാൻ, അവന്റെ മേലെ നിർബന്ധമായിട്ടുള്ള തൗഹീദ്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരുത്തൻ അറിയുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് അത് അവന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം അവൻ ചെയ്യേണ്ട കർമ്മങ്ങളാണ്. ഇനി അതേ സമയത്ത് പൊതുവായിട്ടുള്ള ചില മസ്അലകൾ ഉണ്ടാകും, ഒരു മുആമലാത്തുകൾ, ഉദാഹരണത്തിന് കച്ചവടവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മീറാത്ത് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് നിക്കാഹ്, ത്വലാഖ്, അതുപോലെ മറ്റുള്ള വിധികൾ, ഇത് ഫർള് കിഫായയാണ്. ഇതൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു സമൂഹത്തിൽ കുറച്ച് ആളുകൾ പഠിച്ചാൽ ബാക്കിയുള്ളവർ അതിൽ നിന്നെല്ലാം ഒഴിവാകും. കാരണം അത് ആ മസ്അല അവരോട് ചോദിച്ച് ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കേണ്ട മസ്അലകളായിരിക്കും. അപ്പൊ ഈ 2 രീതിയിൽ ദീനിലെ ഫിഖ്ഹ് ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് ദീന് പഠിക്കാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഖൈർ ഉദ്ദേശിച്ചു എന്നതിനുള്ള മഹത്തരമായിട്ടുള്ള ഒരു തെളിവാണ്. അടുത്തൊരു ഹദീസ്, വഫീഹിമ സഹീഹൈനിൽ വന്നിട്ടുള്ള ഒരു മറ്റൊരു റിവായത്ത്, അൻ അബീ മൂസാ റളിയല്ലാഹു അൻഹു ഖാല, അബൂ മൂസാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലു മാ ബഅസനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നേർമാർഗം കൊണ്ടും ഇൽമു കൊണ്ടും നിയോഗിച്ചതിനുള്ള ഒരു ഉപമ എന്ന് പറഞ്ഞാൽ, കമസലിൽ ഗൈസിൽ കസീർ, ധാരാളമായിട്ടുള്ള ഒരു മഴ പോലെയാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇറങ്ങുന്ന ഒരു മഴ പോലെയാണ്. ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഉപകാരമായ രീതിയിൽ ഉണ്ടാകുന്നതിനാണ്. മത്തറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ എന്ന അർത്ഥമുള്ളൂ. അത് ചിലപ്പോൾ ഉപദ്രവം ആവാം, ബുദ്ധിമുട്ടും ആവാം, കഷ്ടപ്പാടൊക്കെ ഉണ്ടാക്കാം, നല്ലതും ആവാം. ഗൈസ് എന്ന് പറഞ്ഞാൽ എന്താണോ മനുഷ്യന് ആവശ്യമുള്ളത്, അവന് സഹായമായ കൃത്യമായ അളവിലുള്ള മഴക്കാണ് ഗൈസ് എന്ന് പറയുക. അപ്പൊ ധാരാളമായിട്ടുള്ള അങ്ങനത്തെ ഒരു ഗൈസാണ്.
അസാബ അർളൻ, അത് ഭൂമിയിൽ വീഴുന്നു, ആ മഴ പെയ്യുന്നു. ഫകാനത് മിൻഹാ ത്വായിഫത്തുൻ ത്വയ്യിബത്തുൻ ഖബിലത്തിൽ മാ, ആ ഭൂമിയിൽ ചില പ്രദേശങ്ങളുണ്ട്, നല്ല ശുദ്ധമായ പരിശുദ്ധമായ നല്ല സ്ഥലങ്ങൾ, അത് ആ വെള്ളത്തെ സ്വീകരിക്കും. ഫഅംബതത്തിൽ കലഅ വൽ ഉസ്ബൽ കസീർ, ആ വെള്ളം സ്വീകരിച്ച് അതിൽ നിന്ന് നല്ല ചെടികളും കായ്ക്കനികളും എല്ലാം അതിൽ നിന്ന് മുളച്ചു വരും. അതൊരു സ്ഥലം. വകാനത് മിൻഹാ അജാദിബു അംസകത്തിൽ മാ ഫനഫഅ അല്ലാഹു ബിഹന്നാസ്, മറ്റു ചില സ്ഥലങ്ങൾ ഉണ്ടാവും വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലങ്ങൾ, പാറക്കൂട്ടങ്ങൾ പോലെ. അവിടെ വെള്ളം പെയ്ത് മഴ പെയ്ത് അവിടെ വെള്ളം കെട്ടി നിൽക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. ജനങ്ങൾ അതിൽ നിന്ന് എടുക്കും. ഫശരിബു വസഖു വസറഉ, അവരതിൽ നിന്ന് വെള്ളം എടുക്കും, അവർ കുടിക്കും, അവർ ചെടികൾക്ക് നനക്കും. വഅസാബ മിൻഹാ ത്വായിഫത്തുൻ ഉഖറ, മൂന്നാമത്തെ ഒരു സ്ഥലം ഉണ്ടാകും. ഇന്നമാ ഹിയ ഖിആൻ, ചതുപ്പ് നിലമായിരിക്കും അത്. ലാ തുംസികുമാ, അത് വെള്ളം സ്വീകരിക്കില്ല. വലാ തുൻബിതു കല, അതിൽ നിന്നൊരു ചെടി മുളക്കൂല. വെള്ളം അത് നല്ല രീതിയിൽ ഉപയോഗിക്കൂല, അതിങ്ങനെ ഒരു ചതുപ്പായിട്ട് കിടക്കുന്നതായിരിക്കും, അതിൽ നിന്ന് ചെടി മുളക്കൂല. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദാലിക മിസ്ലു മൻ ഫഖിഹ ഫീ ദീനില്ലാഹ് വനഫഅഹു മാ ബഅസനി അല്ലാഹു ബിഹി വഅലിമ ഫഅലിമ വഅല്ലമ. ഈ ആദ്യം പറഞ്ഞവർ, ആ രണ്ടു കൂട്ടരാണ് എന്ത് ഉപമ? ദീന് പഠിക്കുന്ന, അത് മനസ്സിലാക്കുന്ന, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾ. അവർ പഠിക്കുന്നു, അവർ പഠിപ്പിക്കുന്നു. വമസലു മൻ ലം യർഫഅ ബിദാലിക റഅസൻ വലം യഖ്ബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി. മറ്റൊരു കൂട്ടർ പറഞ്ഞത്, ഞാൻ ഏത് ഹുദ കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടത് അതൊന്നും സ്വീകരിക്കാത്ത ആളുകളായിട്ടും കൂട്ടരുണ്ടാകും. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ഇൽമിനെയും ഹുദയെയും ഉപമിച്ചത് മഴയോടാണ്. കാരണം ഇൽമ് ഹുദ എന്ന് മഴ പറഞ്ഞ എന്താണ്? വറ്റി വരേണ്ട ഒരു ഭൂമിയിലേക്ക് മഴ പെയ്ത് അതിൽ നിന്ന് ചെടി മുളപ്പിക്കുന്നതാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൽബിനുള്ള മഴയാണ്, ഈമാൻ വളർത്തിയെടുക്കാനുള്ളതാണ് ഇൽമ്. അത് കൽബിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സമറത്തുകൾ, എത്ര പാപങ്ങൾ കൊണ്ട് കറുത്തിരുണ്ട കൽബാണെങ്കിലും അതിലേക്ക് ഇൽമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല സമറത്തുകൾ ഉണ്ടാവാൻ തുടങ്ങും. ഭൂമി വറ്റി വരേണ്ടത് മഴ പെയ്ത് ചെടി മുളക്കുന്നത് പോലെ. എന്നിട്ട് ആളുകളെ 3 കൂട്ടരായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പറഞ്ഞു. അങ്ങനെയാണ് ദീനിന്റെ ഇൽമ് നേടുന്ന ആളുകൾ ഉണ്ടാവുക. 3 കൂട്ടരായിരിക്കും. ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പരിശുദ്ധമായ ഭൂമിയായിരിക്കും. അതിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളത്തെ ഏറ്റവും നല്ല രീതിയിൽ അവർ സ്വീകരിക്കും. ആ വെള്ളത്തെ സ്വീകരിച്ച് പിന്നീട് അതിൽ നിന്ന് നല്ല ചെടികൾ കായ്ക്കനികൾ പുറത്തേക്ക് വരും. അതായത് ദീന് അവർ ഹിഫ്ളുണ്ടാകും, ദീനിനെ അവർ ഹിഫ്ളാക്കും, ഹദീസുകളെ, അതുപോലെ തന്നെ ഖുർആനിനെ, ബാക്കിയുള്ള കാര്യങ്ങളെ ഹിഫ്ളാക്കും. അതുപോലെ തന്നെ അവർക്ക് അതിൽ ഫിഖ്ഹ് ഉണ്ടാവും, ബസീറത്ത് ഉണ്ടാവും, അതിൽ ഉൾക്കാഴ്ചയുള്ളവരായിട്ട്, അതിൽ അവഗാഹം നേടിയ ആളുകളായിട്ടും. ഈ ഇമാമിങ്ങൾ അയിമ്മത്തുകളെ പോലെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം അശ്ശാഫിഈ, മാലിക്, അൽ ബുഖാരി, അതുപോലെ പ്രഗൽഭരായ മുഹദ്ദിസുകൾ, അവർ ഹദീസുകളെ ഹിഫ്ളാക്കി അതിൽ ഫിഖ്ഹ് നേടി അത് ആളുകളെ പഠിപ്പിച്ചു. ആ ഉപകാരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു, ആ കായ്ക്കനികൾ മറ്റുള്ളവർക്ക് എത്തുന്നത് പോലെ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞത് പാറക്കെട്ടുകൾ പോലെയാണ്. അവർക്ക് ഇറങ്ങുന്ന ഇൽമ് ഹുദ അവരത് കെട്ടി നിർത്തും. അവരതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ അതിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾ ഉപകാരം എടുക്കും. ഹദീസുകളുടെ വിഷയത്തിൽ ഉണ്ടായിരുന്ന കുറെ പണ്ഡിതന്മാർ അങ്ങനെയായിരുന്നു. ഹദീസുകൾ മുഴുകിയിരുന്ന ആളുകൾ. അവർ സനദുകളെ വേർതിരിച്ച് മനസ്സിലാക്കി, സഹീഹിനെ വേർതിരിച്ച്, വഈഫിനെ വേർതിരിച്ച്, ഹദീസുകളുടെ സനദുകളെ പഠിച്ച്, ഒരു ഹദീസിന് തന്നെ 10-100 സനദ് ഉണ്ടെങ്കിൽ അതെല്ലാം ഹിഫ്ളാക്കി അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ മാത്രം മുഴുകിയ ആളുകൾ. അവർക്ക് എന്താണ് ഹദീസിൽ ഫിഖ് ഉണ്ടാവില്ല. അവർക്കൊരു മസ്അല വന്നു കഴിഞ്ഞാൽ, ചില പണ്ഡിതന്മാരുടെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഹദീസുകൾ മുഴുകിയ ആളുകൾ. അവർക്ക് ഫിഖിന്റെ ഒരു മസ്അല വന്നാൽ അതിന്റെ തെളിവെടുക്കുന്ന ഹദീസും ആ ഹദീസ് വന്ന റിവായത്തുകൾ എല്ലാവർക്കും ഹിഫ്ള് ഉണ്ടാവും. പക്ഷെ അവർക്ക് അതിന് എങ്ങനെ ഒരു തെളിവ്, ഒരു മസ്അല എങ്ങനെ എടുക്കണം എന്ന് അവർക്ക് അറിയില്ല, ഫിഖ് ഉണ്ടാവില്ല. അവർ ആ ഹദീസ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം നേടിക്കൊടുക്കും, പക്ഷെ അവർക്ക് ഫിഖ് ഉണ്ടാവില്ല. അങ്ങനത്തെ രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചതുപ്പ് നിലം പോലെ. അവരൊന്നും കേട്ടാലൊന്നും മനസ്സിലാക്കൂല, ഒന്നും ഹിഫ്ളാക്കൂല, ഒന്നും പഠിക്കൂല. അവരിങ്ങനെ ഒരു ഇൽമിന്റെ സദസ്സിൽ വന്നാൽ എന്തോ ഒരു ഹാലിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. അവർക്ക് കേൾക്കുന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവൂല, അവരൊന്നും പഠിക്കുന്നുണ്ടാവില്ല, അവർക്ക് ഉപകാരം ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവൂല. അങ്ങനത്തെ ആളുകളായിരിക്കും മൂന്നാമത്തെ കൂട്ടർ എന്നുള്ളത്. അവര് ദീനിനെ പരിഗണിക്കാതെ സൂക്ഷിക്കാതെ വിട്ടുകളയുന്ന ആളുകൾ. ഇവിടെ ഈ 3 ഉദാഹരണങ്ങൾ മനോഹരമാണ്. ഈ 3 ഉദാഹരണങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ നാം ആവേണ്ടത് ഏതാണ്? ഒന്നാമത്തെ കൂട്ടരായിട്ടാണ് നാം മാറേണ്ടത്. ദീനിൽ അവഗാഹം നേടുന്ന, ദീനിന്റെ നസ്സുകളെ, ഹദീസുകളെ എല്ലാം ഹിഫ്ളാക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം അതിൽ നിന്ന് ലഭിക്കേണ്ട അവഗാഹമുള്ളവരായിരിക്കണം. അല്ലാതെ കേവലം
ഹദീസുകളെ ഹിഫ്ളാക്കി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് ഉപകാരം ഉണ്ടാവും, ഇയാൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടും ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എത്രയോ ആളുകൾ അവര് ഫിഖ് അവർ കൊണ്ടു നടക്കുന്നുണ്ടാവും, പക്ഷെ അവർക്കൊന്നും മനസ്സിലായി ഉണ്ടാവില്ല, പക്ഷെ അവരിൽ നിന്ന് കേട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന്. അപ്പൊ നമ്മൾ ദീനെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഹിഫ്ളും ഉണ്ടാകണം, ഫിഖ്ഹും ഉണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥ രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് ഉപകാരം ഉണ്ടാവുക, മറ്റുള്ളവർക്കും ഉപകാരം ഉണ്ടാവുക. അപ്പൊ ഇൽമ് നേടേണ്ടതിന്റെ രീതികളും ഇൽമ് നേടേണ്ടതിന്റെ പ്രാധാന്യവും പറയുന്ന മറ്റു ചില റിവായത്തുകളും അതുപോലെ ഇൽമുമായി ബന്ധപ്പെട്ട ബാബുകൾ 2-3 ബാബുകൾ കൂടി കിതാബിൽ വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ബാബുകൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.